ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോംബോ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പത്തലാണ് കേട്ടോ. പത്തൽ പറഞ്ഞാൽ നമ്മൾ പാലക്കാട് ഭാഗങ്ങളിൽ ശരിക്കും ഈ പത്തൽ പറഞ്ഞാൽ അറിയില്ല, നമുക്കൊക്കെ പത്തിരിയാണല്ലോ. ഇത് കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗങ്ങൾ ട്രഡീഷണലായിട്ട് ഉണ്ടായി വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ പത്തിരി, അവർ പത്തൽ. അത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പത്തൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതിൽ റേഷൻ അരി 2 കപ്പ് അരിക്ക് സാധാ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജയ അരിയാണ്. 2 കപ്പ് റേഷൻ അരിക്ക് 1 കപ്പ് ജയ അരി എന്ന രീതിയിൽ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഗ്രൈൻഡറിൽ അരച്ചെടുത്ത മാവാണ് കേട്ടോ ഇത്. അല്ലാതെ ഈ അരി പൊടിപ്പിച്ചിട്ടും നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ അരച്ചെടുത്ത മാവിനെ ഒരു പാനിൽ, ചൂടായ പാനിലോട്ട് ഇട്ടിട്ട് ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ നല്ല പോലെ കുഴച്ചെടുക്കുക. ആ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. ഇതിനെ എന്തോ പറയും, അതന്നെ, നമ്മൾ ഈ മാവിനെ വാട്ടിയെടുക്കുക. നല്ലപോലെ ആ വെള്ളം വറ്റിച്ചിട്ട് നല്ല വാട്ടിയെടുക്കുക. നല്ല നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇത് വാട്ടിയെടുക്കുക. പിന്നെ ഇതാ നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ലപോലെ കൊണ്ട് കുഴച്ചെടുക്കുക. നിങ്ങൾക്കൊക്കെ എന്താ രാത്രി ഉണ്ടാക്കാറ്? പത്തിരിയാണോ പത്തലാണോ? നിങ്ങളൊക്കെ ഏത് നാട്ടിൽ നിന്നാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തതാ ചൂടായ പാനിലോട്ട് പത്തിരി ചുട്ടെടുക്കില്ലേ, അതുപോലെ തന്നെ പ്രസ്സിലിട്ടിട്ട് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി പത്തിരി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. ഇപ്പോൾ ഇതാ ഞങ്ങൾക്കുള്ള രാത്രിക്കുള്ള എല്ലാ പത്തലും ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്തത് ചിക്കൻ കറി ഉണ്ടാക്കലാണ്. ചിക്കൻ വരട്ടിയതാണ് ഞാൻ ഈ പത്തലിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായ ചിക്കൻ ഇതാ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ വരട്ടിയതിന് ആവശ്യമായിട്ടുള്ള ആദ്യം തന്നെ നമ്മൾ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ചിക്കനിലോട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ എരിവിൻ്റെ ആവശ്യമായ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ട്രഡീഷണലായിട്ടുള്ള ചിക്കൻ വരട്ടിയതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസസും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്.
അടുത്തത് ചിക്കൻ ഗ്രേവിക്കുള്ള മസാല റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് ഞാൻ 4 സവാളയും 3 തക്കാളിയും അതുപോലെ തന്നെ 2 ഗ്രീൻ ചില്ലിയും 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സവാള നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അടുത്തത് ഒരു മിക്സിയുടെ ജാറിലോട്ട് വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ നമ്മുടെ സവാളയും അതുപോലെ ക്രഷ് ചെയ്ത നമ്മുടെ പച്ചമുളക് അങ്ങനെ വെളുത്തുള്ളിൻ്റെ കൂട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ട് അതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാള നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം ഈ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും ഒരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള നല്ലപോലെ പെട്ടെന്ന് മൂത്ത് വരാൻ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്നത് വഴണ്ട് കിട്ടും. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാകുമ്പോൾ ഇതിലോട്ട് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. മുളക് നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി മുളക് പൊടി. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാ പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു മണം ഉണ്ടാവുമല്ലോ, ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സ്ലൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കായി വരുമ്പോഴില്ലേ, നമ്മൾ ആ മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ വരട്ടിയതില്ലേ, റോട്ടി, പത്തിരി, ചപ്പാത്തി അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. ബായ്.